നമ്മുടെ വീട്ടിലൊക്കെ പ്രായം തികയാത്ത ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും. അവരെങ്ങാനും കരയുന്ന സമയത്ത് ഉമ്മയോ കാരണക്കാരോ ഓടി വന്ന് ചോദിക്കും, അല്ല എൻ്റെ കുഞ്ഞിക്ക് വല്ലതും പറ്റിയോ, വിശക്കുന്നുണ്ടോ, മുല കൂട്ടാൻ സമയമായോ എന്ന് പറയുന്നു. ഏതായിരുന്നാലും കണ്ടു നോക്കൂ. ഇവരും മനുഷ്യരാണ്, ഞങ്ങളും മനുഷ്യരാണ്. നമുക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സമയങ്ങളും അവസരങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഗാസയിൽ ഇന്ന് അങ്ങനെയല്ല. അവിടുത്തെ സ്ഥിതി വല്ലാതെ അതിർ കടന്നു പോയിരിക്കുകയാണ്. കാരണം കുടിക്കാൻ വെള്ളമില്ല, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുല ഊട്ടാൻ പാലുകളില്ല, കഴിക്കാൻ ഭക്ഷണങ്ങളില്ലാതെ അട്ടഹസിച്ച് നിലവിളിച്ച് അവസാനം ജീവൻ തന്നെ അവർ അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിയിലാണ് ഇന്ന് ഗാസ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നു. എന്താണ്, ഒരു ടോർച്ചും കത്തിച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് മഞ്ഞൾ പൊടിയിട്ട് അതിൻ്റെ ചുറ്റും മാതാപിതാക്കളും മക്കളും ഒക്കെ ഇരുന്ന് ആസ്വദിച്ച് നിലവിളിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. ഏതായിരുന്നാൽ കണ്ടു നോക്കൂ. വിധിയുടെ ഗതിയിൽ വേബതു കൊള്ളാതവരെ മാനിൻ പൊന്നോലിൽ സ്തുതിയുടെ വചനം. കണ്ടില്ലേ, ഗാസയിൽ ഒരു മുറുക്കു വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളാണ്. നമുക്ക് വെള്ളത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലായില്ല. ഒളു എടുക്കുന്ന സമയത്ത് പോലും അമിതമായ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. ഏതായിരുന്നാലും ആ ടോർച്ച് കത്തിച്ച് അവസാനം വെള്ളം കളയുന്ന ആ സമയമുണ്ടല്ലോ, അത് ഇസ്രാഫല്ലേ. ആ വെള്ളത്തിന് ഞാനും നിങ്ങളും കണക്ക് പറയേണ്ടി വരും. ഏതായിരുന്നാലും ഈ വെള്ളം കളയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗാസക്കാരുടെ കുഞ്ഞു മക്കളുടെ വീഡിയോ നോക്കി നമ്മുടെ മനസ്സ് പൊട്ടിയില്ലെങ്കിൽ പിന്നെ നാം മനുഷ്യരായിട്ട് എന്താണ് കാര്യമുള്ളത്? ഏതായിരുന്നാലും അവിടെ പോയി നമുക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. മനസ്സുകൊണ്ട് ഗാസ ഉണ്ടാകണം, നമ്മുടെ മനസ്സിൽ ഫലസ്തീൻ ഉണ്ടാകണം. അവരുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥന അത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യത്വത്തിന് വിലയുള്ളതുണ്ടാകും. അവരെങ്ങാനും കരയുന്ന സമയത്ത് ഉമ്മയോ കാരണക്കാരോ ഓടി വന്ന് ചോദിക്കും, അല്ല എൻ്റെ കുഞ്ഞിക്ക് വല്ലതും പറ്റിയോ, വിശക്കുന്നുണ്ടോ, മുല കൂട്ടാൻ സമയമായോ എന്ന് പറയുന്നു. ഏതായിരുന്നാലും കണ്ടു നോക്കൂ. ഇവരും മനുഷ്യരാണ്, ഞങ്ങളും മനുഷ്യരാണ്. നമുക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സമയങ്ങളും അവസരങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഗാസയിൽ ഇന്ന് അങ്ങനെയല്ല. അവിടുത്തെ സ്ഥിതി വല്ലാതെ അതിർ കടന്നു പോയിരിക്കുകയാണ്. കാരണം കുടിക്കാൻ വെള്ളമില്ല, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുല ഊട്ടാൻ പാലുകളില്ല, കഴിക്കാൻ ഭക്ഷണങ്ങളില്ലാതെ അട്ടഹസിച്ച് നിലവിളിച്ച് അവസാനം ജീവൻ തന്നെ അവർ അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിയിലാണ് ഇന്ന് ഗാസ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നു. എന്താണ്, ഒരു ടോർച്ചും കത്തിച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് മഞ്ഞൾ പൊടിയിട്ട് അതിൻ്റെ ചുറ്റും മാതാപിതാക്കളും മക്കളും ഒക്കെ ഇരുന്ന് ആസ്വദിച്ച് നിലവിളിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. ഏതായിരുന്നാൽ കണ്ടു നോക്കൂ. വിധിയുടെ ഗതിയിൽ വേബതു കൊള്ളാതവരെ മാനിൻ പൊന്നോലിൽ സ്തുതിയുടെ വചനം. കണ്ടില്ലേ, ഗാസയിൽ ഒരു മുറുക്കു വെള്ളത്തിന് വേണ്ടി